രാഹുൽ മാങ്കൂട്ടം കേസിന്റെ പുതിയൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. തെളിവെടുപ്പിനിടയിൽ നിയമം ലംഘിച്ചു, അതിനാണ് ഡിവൈഎസ്പിക്ക് ഇപ്പോൾ ആ ഒരു സസ്പെൻഷനിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം ആരോപണ വിധേയനായ 3 കേസുകളെ പറ്റിയിട്ടും വിശദമായി മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതില് ഓരോ ജാമ്യ ഹർജി, നമുക്കറിയാലോ ജാമ്യ ഹർജി എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിൽ കൃത്യമായിട്ട് കുറെ അധികം അല്ലെങ്കിൽ പാലിക്കേണ്ടതായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളൊക്കെ രാഹുൽ മാങ്കൂട്ടം ലംഘിച്ചു. 2ാം കേസിൽ ലംഘിച്ചതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ 2 വാർത്തയാണ് ഇന്ന് മുന്നോട്ട് വരുന്നത്. ഒന്ന്, ഡിവൈഎസ്പിക്ക് സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോട് കോടതി തന്നെ ചോദിച്ചിരിക്കുകയാണ്, ഇതിന് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല, എന്താണ് നിലവിലെ അവസ്ഥ, അതെ വിശദീകരണം കൊടുക്കുന്നില്ല, എന്തായിരിക്കും ആ ഒരു നിലവിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വീണ്ടും രാഹുൽ മാങ്കൂട്ടം കോടതി കയറേണ്ട ഒരു രീതിയാണോ? തീർച്ചയായിട്ടും. ഇതിൽ നമ്മൾ ആദ്യത്തെ വിഷയം നമുക്ക് എടുക്കാം. തിരുവല്ലയിൽ ഡിവൈഎസ്പിക്ക് തെളിവെടുക്കുന്നതിൽ വീഴ്ച വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വകുപ്പ് തലത്തിൽ സസ്പെൻഷൻ വന്നിരിക്കുന്നു. അതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന ഈ പാർട്ടി ഭരണത്തിൽ വന്ന ശേഷം പോലീസ് ഇവരുടെ തന്നെ ആൾക്കാർ ഇടപെട്ട കേസുകളിൽ എന്തുമാത്രം വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട്, അവരെയൊക്കെ തന്നെ ഇവർ എത്ര സസ്പെൻഡ് ചെയ്തു? തീർച്ചയായും ഒരുപാട് വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് ചേട്ടാ. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു 4th സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം കാണിച്ചതിന്റെ അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിയമലംഘനം നടത്തിയാലും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിയമലംഘനം നടത്തിയാലും രണ്ടും നിയമം ലംഘിക്കുക തന്നെയല്ലേ. അപ്പോ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുണ്ടായിരുന്ന കുറെ അധികം വാർത്തകൾ എന്ന് പറയുന്നത്. ഒന്ന്, വിരൽ തുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ കൺമുൻപിൽ തന്നെ ഉണ്ടായിരുന്ന പ്രതികളെ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതി. അതേപോലെ തന്നെ ഒരുപാട് പാർട്ടി നേതാക്കന്മാർ ടൂർ പോയത് പോലെ തിരിച്ച് അല്ലെങ്കിൽ ഒരുപാട് പരാതികൾ അങ്ങോട്ട് കൊടുത്തും പോലീസ് സ്വീകരിക്കാത്ത അവസ്ഥ. ഇങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ എടുത്തു നോക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ എടുത്തു നോക്കുമ്പോൾ പി പി ദിവ്യയുടെ കാര്യം, കണ്ണൂർ നവീൻ ബാബുവിന്റെ മരണം ബന്ധപ്പെട്ട് നമ്മൾ പി പി ദിവ്യയുടെ കാര്യം പറഞ്ഞു. അതുപോലെ പിന്നെ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനെ തൃശ്ശൂര് പിടിച്ചുകൊണ്ടുപോകുന്ന രംഗം, അതും വിവരാവകാശ പ്രകാരമാണ് ആ പറയുന്ന ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്ന വിവരം ഇവിടെ നമ്മളെല്ലാം CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഇവിടെ എറണാകുളം ജില്ലയിൽ ഒരു വീട്ടമ്മയെ, ഗർഭിണിയായ ഒരു വീട്ടമ്മയോട് പോലീസ് പെരുമാറിയ രീതി. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന രീതിയിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായ വേറെയും പല വീഴ്ചകളും ഉണ്ട്. ഇവർ പാർട്ടിയെ സംരക്ഷിച്ച ഇവരുടെ പാർട്ടി അണികളെ സംരക്ഷിക്കാൻ പോലീസ് വിടുപണി ചെയ്തതും നിരവധിയുണ്ട്. പോലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നത് പാർട്ടിയുടെ അധീനതയിൽ വരുമെന്നല്ല, പക്ഷെ എന്നാലും അധികാരത്തിന്റെ ആ ഒരു പ്രൗഢിയിൽ അവർക്ക് തലകുനിച്ച് നിന്നേ പറ്റുള്ളൂ. ഇപ്പോ തിരുവല്ലയിലെ ഡിവൈഎസ്പി നന്ദകുമാറിന്റെ കാര്യമാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്ന സമയത്ത് നിയമം ലംഘിച്ചു എന്ന് തന്നെയാണ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സസ്പെൻഷനിലേക്ക് കടക്കുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ഇതിനു മുൻപും ഇത്തരം നിയമലംഘനം നടത്തിയിട്ടുള്ള പല ഉദ്യോഗസ്ഥരും അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചിലപ്പോ ഭരണപക്ഷത്തിരിക്കുന്ന അധികാരം ആരുടെ കയ്യിലാണോ ഉള്ളത്, അവരുടെ ഇത്തരം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം നടപടികളൊന്നും എടുക്കുന്നുണ്ടാവില്ല. അതിൽ ഒരു കാര്യം നമ്മൾ എടുത്തു പറയണം. തിരുവനന്തപുരത്ത് മാളില് ഒരു പോലീസുകാരനെ SFIക്കാർ തല്ലിയ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ സർക്കാർ എന്ത് സ്റ്റാൻഡാണ് എടുത്തത്? അന്ന് പോലീസുകാർ ഉൾപ്പെടെ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ സമ്മേളനത്തിൽ പോലീസുകാർ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലുള്ള അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു കാര്യം വന്നിട്ടുള്ളത്, മറുപടി കൊടുത്തില്ല. എന്തുകൊണ്ട്, അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ കുറച്ചും കൂടെ സമയം നീട്ടി ചോദിച്ചിരിക്കുകയായിരിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. ഇപ്പൊ പലർക്കും ഉണ്ടാവുന്ന സംശയമായിരിക്കും, എന്താണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം ലംഘിച്ചതെന്നുള്ളത്. 2ാം പരാതിക്കാരിയെ, ആദ്യ പരാതിക്കാരി എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകയായിരുന്നു. മാധ്യമപ്രവർത്തക ഡയറക്റ്റ് മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തത്. 2ാം പരാതി എന്ന് പറയുന്നത് ഒരു 21-കാരിയായിരുന്നു. ബലാത്സംഗ കേസാണ്, അതാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ, അത് KPCC പ്രസിഡന്റിന് ഡയറക്റ്റ് ഇമെയിൽ അയക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് പോലീസിന് കൈമാറുകയും അത് FIR രേഖപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് പോയത്. അപ്പൊ ആ 2ാമത്തെ കേസിൽ ഉണ്ടായിരുന്ന കുറെ അധികം നിയമവ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഹർജി കൊടുക്കുന്ന സമയത്ത് ഹർജി കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വരുന്നത്? കാരണം ഒന്നുകിൽ തെളിവ് നശിപ്പിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന അതിജീവിതന്മാരെ സ്വാധീനിക്കാനും തെളിവുകൾ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്താനും അവരുടെ ജീവനം ഭീഷണിയാകുമെന്ന രീതിയിലും ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഹർജി അല്ലെങ്കിൽ ഹർജി കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഹർജി ജാമ്യം കൊടുക്കാൻ പാടില്ല, ജാമ്യ ഹർജി നിഷേധിക്കുന്നത് കൊണ്ടാണ്. അപ്പോ രാഹുൽ മാങ്കൂട്ടം കൊടുത്തിട്ടുണ്ടായിരുന്ന ജാമ്യ ഹർജിക്കകത്തിൽ ഇതെല്ലാം പാലിക്കാം, ഇതൊന്നും ഉണ്ടാവില്ല എന്നൊരു വ്യവസ്ഥ കൊണ്ടാണ് 2ാം കേസിൽ ജാമ്യം കിട്ടുന്നത്.
മൂന്നാം കേസിലെ ജാമ്യവും അങ്ങനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ ആ ഒരു ജാമ്യ വ്യവസ്ഥയ്ക്കകത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടം രണ്ടാം കേസിലെ അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെട്ടു. അതാണ് ഈ ലംഘനമായി പറയുന്നത്. അതിനാണ് മറുപടി ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനോട് മറുപടി ചോദിച്ചിട്ടുള്ളതും അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതുവരെ അതിനുള്ള മറുപടി കൊടുത്തിട്ടില്ല. അപ്പൊ ഇപ്പോഴും എവിടെയാണ് മറുപടി എന്ന് കോടതി മറുപടി കൊടുക്കണമെന്ന് രാഹുലിന് അറിയില്ല. അല്ല, ആ ഒരു എന്താണ് മറുപടി കൊടുക്കാത്തതെന്ന് കോടതി ചോദിക്കുന്ന സമയത്ത് ബുദ്ധിപരമായി യുക്തിപരമായി ഫൈറ്റ് നിൽക്കുന്ന മറുപടി വേണമല്ലോ. കൃത്യമായിട്ടും ഈ ലോയേഴ്സ് അല്ലെങ്കിൽ നിയമം അനുസൃതമാകുന്ന ഒരു മറുപടി മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് വിളിച്ചത്, എന്ത് കാര്യത്തിനാണ് വിളിച്ചത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി റിപ്പോർട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇതിപ്പോ കോടതി അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. ഇപ്പൊ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നാണ് കോടതിയിലേക്ക് ഈ ഒരു പരാതി എത്തിയിട്ടുള്ളത്. നിയമം ലംഘിച്ചിട്ടുണ്ട്, ഹർജി മരവിപ്പിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറയുന്ന ഹർജിയിൽ പുറത്തു നിൽക്കുന്നിടത്തോളം കാലം തന്റെ അതിജീവിതയ്ക്ക് അല്ലെങ്കിൽ തന്റെ വാദിക്ക് ഇതൊരു ജീവന ഭീഷണിയാകും. ഇത്തരത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിലേക്ക് ഈ ഒരു കേസുമായി ഇപ്പൊ എത്തിയിട്ടുള്ളത്. മറുപടി നൽകാത്തിടത്തോളം കാലം അല്ലെങ്കിൽ മറുപടിക്ക് സമയം ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ അത് മറുപടി നൽകാത്തിടത്തോളം കാലം കോടതി വീണ്ടും കുറച്ചുകൂടെ കടുത്ത നടപടികളിലേക്ക് തന്നെയായിരിക്കും കടക്കാൻ പോകുന്നത്. ഹാജരാകാൻ പറയും. ഇനി അടുത്തതായി ഉണ്ടാവാൻ പറയുന്നത് കൃത്യമായി ഇന്ന ഡേറ്റിൽ രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ ഹാജരാകണം. ഇതിനുള്ള എന്താണെന്നുള്ള മറുപടി കോടതിയെ ധരിപ്പിക്കാത്തിടത്തോളം കാലം ഈ തെറ്റിദ്ധരിപ്പിച്ച് ഹർജി വാങ്ങി അല്ലെങ്കിൽ ജാമ്യം കിട്ടിയ ഒരു രീതിയായി പോകും. അങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു കേസിൽ ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് സമയം ആവശ്യമാണ്. കാരണം നിയമപരമായിട്ടുള്ള വശങ്ങളൊക്കെ നോക്കി കൃത്യമായിട്ട് ഒരു മറുപടി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തിന് തന്നെയായിരിക്കും വിനയാകുക. കാരണം ചോദിച്ചോട്ടെ, ഇത് പറയുന്ന പോലെ ഇത് കോൺഗ്രസിന് ഒരു വീണ്ടും അതൊരു അവരിപ്പോ ഇങ്ങനെ ഇപ്പോ ലൈം ലൈറ്റിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവർക്ക് ഉണ്ടായിരിക്കുന്ന ഒരു മതിപ്പുണ്ട്. അത് ഈ രാഹുലായിട്ട് തന്നെ കുറെയെങ്കിലും ഒക്കെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം. അല്ല, ഇതിപ്പോ വലിയ രീതിയിൽ ബാധിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആരോപണം വന്ന സമയത്തിൽ ഇപ്പൊ മൂന്നാം ആരോപണം ശ്രമിക്കും ഇവരിതിനെ പൊക്കിക്കൊണ്ട് വരാനും അതിനെ എടുത്ത് മുന്നിൽ നിർത്താൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഉറപ്പായിട്ടും നേരത്തെ സൈബറിടങ്ങളിലേക്കൊക്കെ രാഹുൽ ഇപ്പൊ പൊതുവിടങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരുന്ന സമയമാണ്. പ്രസംഗങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം സംസാരിക്കുകയും ജനങ്ങളോട് ഇടപെടുന്ന ഇങ്ങനെ ഒന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒന്ന് അടിച്ചിരുത്തുക എന്ന് തന്നെയാണ് ഭരണപക്ഷത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കോടതിയിൽ ഈ കേസ് നിലനിൽക്കുമ്പോൾ കൃത്യമായി പ്രോസിക്യൂഷൻ അവിടെ പോയി ഇടപെടാതെ ഇത്തരത്തിലുള്ള നടപടികളൊന്നും കോടതി മുഖേന വരില്ല. അതാണ് കോടതിയുടെ ഒരു രീതികൾ. പ്രോസിക്യൂഷൻ ഒരു വക്കീൽ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ആ കേസ് അവിടെ തന്നെ കിടക്കും. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി പറഞ്ഞാൽ മാത്രമേ തിരിച്ച് വീണ്ടും കോടതിയിൽ നിന്നും ഇങ്ങനെയുള്ള നടപടികളേക്കൊക്കെ പെട്ടെന്ന് തന്നെ നടക്കുള്ളൂ. അത് ഇയാള് കഴിഞ്ഞ ദിവസം ഒന്ന് ഇയാളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അടുത്ത ദിവസം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു മറുപടി ആവശ്യപ്പെടുന്ന രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും നിയമം ലംഘിച്ചിരിക്കുന്നത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര കാലതാമസം എടുത്താണെങ്കിലും മറുപടി പറയേണ്ട രീതി തന്നെയാണ്. അതൊരു ജനപ്രതി ആണെങ്കിലും അത് ഭരണപക്ഷത്തിരിക്കുന്ന ആളാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണെങ്കിലും നിയമത്തിന്റെ വശത്ത് തന്നെയാണ്. എന്തായാലും ഇപ്പോ ഡിവൈഎസ്പി നന്ദകുമാറിന്റെ സസ്പെൻഷനിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും സസ്പെൻഷൻ ആണ്, പിരിച്ചുവിട്ടിട്ടൊന്നുമല്ല, കുറച്ചു കാലം അല്ലെങ്കിൽ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ്. തെളിവെടുപ്പിനിടയിൽ നിയമം ലംഘിച്ചോ അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായി അവസരങ്ങൾ ചെയ്തു കൊടുത്തോ, അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പൊ ഒരു നിയമാനുസൃതമായ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അപ്പൊ അതിനെതിരെയും ഇത് രണ്ടിന്റെയും പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. രാഹുൽ എന്തായാലും അടുത്ത് തന്നെ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള മറുപടി കോടതി മുഖേന ധരിപ്പിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടതി ഇനി വിളിപ്പിക്കുകയായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇതൊരു കോൺഗ്രസിനെ സംഘർഷത്തിലാക്കുന്ന ഒരു രീതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ വീണ്ടും പേരിങ്ങനെ പൊങ്ങി വരുന്നത് അല്ല, ആരോപണങ്ങളെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അല്ല, ആ ഒരു രീതിയിൽ ഇവരുടെ ഫേസ് ഒന്നുകൂടെ അല്ലെങ്കിൽ വീണ്ടും ഒരു മത്സര രംഗത്തേക്കും ഇയാളെ കൊണ്ടുവരിക്കാത്ത രീതിയിൽ അങ്ങനെ ഈ ഭരണം അവസാനിക്കുന്നവരെ ഈ ചെറുപ്പക്കാരനെ രാഹുൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള രാഹുലിന്റേതായിട്ടുള്ള ഈ ചെയ്തികൾക്ക് ഈ ഭരണം തീരുന്നത് വരെ ഉറപ്പാറ്റും ഇത്തരത്തിൽ ഇവരുടെ പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പോലീസ് ഇപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നവരെയും ഇതിന്റെ മേലുള്ള ഒരു രാഹുലിന്റെ മേലൊരു കണ്ണ്, അത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തും രാഹുലിനെതിരെ ചില ഗെയിമുകൾ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും.